വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോടി തികപ്പാൻ തിരുകൃപ മതി എനിക്ക്. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധിയെ കാത്തുകൊണ്ട് വിശുദ്ധ നാമത്തെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഉയർച്ച പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ തിരുവചന പഠനത്തിനായി നമുക്ക് ഒരുങ്ങാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ഉയർത്തുന്ന ദൈവം, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ്റെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധമായ നാമത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ജീവിക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം. എന്താണ് നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ അറിയുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത്? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും നമ്മൾ തിരിച്ചറിയുക, അതിനനുസരണമായിട്ട് ജീവിക്കുക. നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കാറായിട്ടുള്ളത്? പ്രിയമുള്ളവരെ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അതിൻ്റെ അർത്ഥം നമ്മൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിന് ശുദ്ധീകരണം കൂടുന്നുവെന്നല്ല, മറിച്ച് അത് തുടങ്ങുന്ന എങ്ങനെ? ഞാൻ സ്വർഗത്തിൽ നിങ്ങളുടെ പിതാവായിട്ടുണ്ട്, നിങ്ങൾ ഭൂമിയിൽ എൻ്റെ മക്കളായിട്ട് ജീവിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ പറയാറായിട്ടുണ്ട്, അപ്പൻ്റെ അമ്മയുടെയും പേര് കളയല്ലേ മക്കളെ. നീ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചാൽ, നീ ദോഷമായിട്ട് പ്രവർത്തിച്ച് അപ്പനും അമ്മയ്ക്കും പേരുദോഷമൊന്നും ഉണ്ടാക്കരുത് എന്ന് തലമുറകളോട് മാതാപിതാക്കൾ ഉപദേശിക്കാറായിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഈ പ്രാർത്ഥനയിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദുഷിക്കപ്പെടുവാൻ ഇടയാകരുത് എന്ന് വെച്ചാൽ, ഒരു വിശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാനായിട്ട് എന്നെ സഹായിക്കണമേ എന്നാണ് പ്രാർത്ഥനയുടെ തുടക്കം തന്നെ. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൻ്റെ വിശുദ്ധിയെ അറിഞ്ഞ് അതിനനുസരണമായ ഒരു ജീവിതം നയിക്കുന്നവനെ ആ ദൈവം ഉയർത്തുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ അറിയുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും തിരിച്ചറിയുക, ദൈവത്തിൻ്റെ സ്വഭാവത്തെ തിരിച്ചറിയുക, ദൈവം നമ്മളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്. അതേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അതേ നിലവാരത്തിൽ ഉയരുക, ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടേതായ ഉത്തരവാദിത്തം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ, അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങളെ എടുത്ത് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്താൽ ഉയർത്തപ്പെട്ടതായ രണ്ട് ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാം. അതിലൊന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാം. അതാരാണെന്ന് നമുക്കൊക്കെ പരിചിതമായ ദാനിയേൽ എന്ന ഭക്തനായ ചെറുപ്പക്കാരനെ പറ്റിയാണ്. ആ മനുഷ്യൻ, ദാനിയേൽ എന്ന ഭക്തൻ, തൻ്റെ ജീവിതത്തിൽ ദൈവിക വിശുദ്ധിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുവെന്ന് 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ ദാനിയേൽ ഇപ്രകാരമാണ് പറയുന്നത്, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അല്ലയോ, തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ തീരുമാനമായിരുന്നു ദാനിയേലിൻ്റെ. തൻ്റെ യൗവനത്തിൽ തനിക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യ അവസ്ഥയാണ് ഈ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കൊക്കെ എത്തുക എന്നുള്ളത്. അവിടെ വേണമെങ്കിൽ, അയ്യോ എനിക്ക് ഒത്തിരി നാൾ കാത്തിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതാണല്ലോ, അതുകൊണ്ട് ദൈവം ഇതൊക്കെ അങ്ങ് ക്ഷമിച്ചോളും എന്ന് അവിടെ വേണം ഒരു ചെറിയ കോംപ്രമൈസ്, ഒരു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ദാനിയേലിന് വേണമെങ്കിൽ അതൊക്കെ കുടിച്ചും കഴിച്ചും സന്തോഷിച്ചുമൊക്കെ ഇരുന്ന് നാളെ വേണമെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അങ്ങ് പോകാമായിരുന്നു, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അതേ പ്രിയരെ, ഇന്ന് നമ്മൾ ലോകത്തിൽ അതൊക്കെയാണ് കാണുന്നത്. ഒരു നല്ല ജോലിക്ക് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു പ്രൊമോഷന് വേണ്ടി, നല്ല സാലറി കിട്ടുവാൻ, നല്ല പൊസിഷനിലേക്കൊക്കെ വരുവാനായിട്ട് അവർ പറയുന്നത് പോലെയൊക്കെ പ്രവർത്തിക്കുവാൻ, അതിലിപ്പം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അകത്ത് അല്പം കോംപ്രമൈസൊക്കെ ചെയ്യേണ്ടി വന്നാൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ, ഉയരുന്നതായ, സമ്പാദിക്കുന്നതായ ആൾക്കാരാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തിലുള്ളത്. അവിടെ ദൈവം പറയുകയാണ്,
അവൻ എൻ്റെ നാമത്തെ അറിയുമ്പോൾ ഉയർത്തും. ഇവിടെ ദാനിയേലിൻ്റെ ആ തീരുമാനം, ഞാൻ എന്നെ മലിനപ്പെടുത്തത്തില്ല, എനിക്കിവിടെ രാജകീയമായ എന്തെങ്കിലും പദവികൾ കിട്ടിയാലും കിട്ടിയില്ലേലും അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടിയാണ്. ആ ദൈവത്തിൻ്റെ നാമത്തിന് ഹിതമല്ലാത്തത്, ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് ദാനിയേൽ നിന്നു എന്നുള്ളതാണ്. അതേ പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു ജോലിക്ക് വേണ്ടി, ഒരു അഡ്മിഷന് വേണ്ടി, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു സാലറിയിൽ ഒരു ഇൻക്രിമെൻറ്റിന് വേണ്ടിയൊക്കെ ഇന്ന് എന്തെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ, പലപ്പോഴും പറയുന്നത് പോലെ നാടോടുമ്പോൾ നടുവേ അല്ലെങ്കിലും സൈഡിൽ കൂടെങ്കിലുമൊക്കെ ഓടി കാര്യങ്ങളെ സാധിച്ച് താൽക്കാലികമായ ഉയർച്ചയും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ വെൻപൽ കൊള്ളുന്ന ഒരു ലോകത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നു. എന്നാൽ ഇവിടെ ദാനിയേൽ ദൈവനാമത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അതിലുറച്ചു നിന്നപ്പോൾ 2-ാം അധ്യായത്തിൻ്റെതായ 48-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നു: അവനെ ബാബേൽ സംസ്ഥാനത്തിനൊക്കെയും അധിപതിയും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനും ആക്കി വെച്ചു. എന്തൊരു വലിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് പ്രിയമുള്ളവരെ. അപ്പോൾ ദൈവം ഒരുത്തനെ ഉയർത്തി കഴിഞ്ഞാൽ എത്ര വലിയ ഉയർച്ചയാണ്. അവിടെ ഒരു വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ മറ്റൊരവസ്ഥയിലേക്ക് പോയേനെ. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത ക്രിസ്തീയ ജീവിതം, അവൻ്റെ നാമത്തെ അറിയേണ്ടതുപോലെ അറിയുക. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ചിലപ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ നിൻ്റെ നാമത്തെ അറിഞ്ഞുണ്ടാകുന്ന ഉയർച്ച മതി എന്ന് ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ മക്കളുടെ കാര്യത്തിലായാലും, നമ്മുടെ ജോലി കാര്യങ്ങളായാലും, നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലായാലും, ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും, ദൈവമേ ഇങ്ങനെ ഒരു നാമത്തെ അറിഞ്ഞ് ആ വിശുദ്ധിയിൽ ജീവിച്ച് ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് ദൈവം തരുന്ന നന്മ മതി എന്ന് വെക്കുവാൻ, അതിൽ സംതൃപ്തി അടയുവാനായിട്ട് നമുക്ക് സാധിക്കണം. തുടർന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ വാക്യം പഠിക്കാം. ഇവിടെ ദാനിയേലിനെ ഉയർത്തിയ ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും നമ്മുടെ തലമുറകളെയും ഉയർത്തുവാൻ മതിയായവനാ. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ: ഈ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് ആ നിലവാരത്തിൽ ജീവിച്ച് ആ നാമത്തിന് ദോഷം വരുന്നതായ ഒന്നും ചെയ്യുകയില്ല എന്ന ഉറച്ച ഒരു തീരുമാനത്തിൽ നമുക്ക് ജീവിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിശുദ്ധ നാമത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് അങ്ങയുടെ നിലവാരത്തിൽ ജീവിച്ച് ആ വിശുദ്ധ ജീവിതത്തിന് ഉടമകളായി, കർത്താവെ, ലോകത്തിലെ ഒരു കാര്യങ്ങളിലും ക്രിസ്തീയ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യാതെ, വിട്ടുവീഴ്ച ചെയ്യാതെ, കർത്താവെ, എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ദാനിയേലിനെ പോലെ വിശുദ്ധ ജീവിതത്തിൽ ഉറച്ചു നിൽപ്പാനായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. അങ്ങയുടെ ആ വലിയ നാമത്തെ അറിഞ്ഞ് ഉയരുവാനായിട്ട്, ആ ഉയർച്ചയിലൂടെ ഞങ്ങളുടെ കർത്താവിൻ്റെ വലിയ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. സകലരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.